ഹായ് ഓൾ, വെൽക്കം ടു ദ ട്രിപ്പ് വീഡിയോ. ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ വീഡിയോ ആണിത്. ഇതൊരു 7-day ട്രിപ്പ് പ്ലാനാണ്. ഇതൊരു പാക്കേജ് ഒന്നുമല്ല, ഞങ്ങളുടെ ഓൺ പ്ലാനിങ് ആണ്. ഈ ട്രിപ്പിൽ തായ്ലൻഡിലെ ബാങ്കോക്ക്, പട്ടായ, ഫുക്കറ്റ് എന്നിവിടങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത്. ഓവറോൾ പ്ലേസസ്, എക്സ്പെൻസ് ഒക്കെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. ഞങ്ങളുടേതൊരു ഫാമിലി ട്രിപ്പായിരുന്നു. ഞാൻ, ഹസ്ബൻഡ്, പിന്നെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഇളയാൾക്ക് 3 years ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രീ പ്ലാൻ ചെയ്തിരുന്നു. ഫുഡ്, എക്സ്പെൻസ്, ട്രാവൽ, സ്റ്റേ എല്ലാം തന്നെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ: ഏകദേശം ഒരു 55 തായ് ബാത്തോളം കയ്യിൽ കരുതുക. ഒരു തായ് ബാത്ത് എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പിയുടെ 2.5 × 2.5 ആണ്. തായ് ബാത്തിന് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അടുത്തുള്ള ഫോറിൻ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നിടത്ത്, റേറ്റ് കുറച്ച് കിട്ടുന്നിടത്ത് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാം. ഞങ്ങൾക്ക് ഏകദേശം 2.6 റേറ്റിനാണ് കിട്ടിയത്. യൂണിയൻ ബാങ്ക് വഴിയാണ് ഞങ്ങൾ മണി എക്സ്ചേഞ്ച് ചെയ്തത്. അതായത് 55,000 തായ് ബാത്ത് ഞങ്ങൾ കയ്യിൽ വെച്ചിരുന്നു. ഞങ്ങൾ കാർഡ് യൂസ് ചെയ്തില്ല തായ്ലൻഡിൽ. പിന്നെ ഫ്ലൈറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ് എല്ലാം ചെയ്തിട്ടാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്ലൈറ്റ് കൊച്ചി ടു ബാങ്കോക്ക്, ദെൻ ബാങ്കോക്ക് ടു ഫുക്കറ്റ് ആൻഡ് ഫുക്കറ്റ് ടു കൊച്ചി. 3 ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ബാങ്കോക്ക് ടു ഫുക്കറ്റ് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. ഇത് ആക്ച്വലി റോഡ് വഴി പോയാൽ 11 hours 12 hours എടുക്കും. അതുകൊണ്ട് ഞങ്ങളത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഹോട്ടൽ ബുക്കിംഗ് അഗോഡ വഴിയാണ് ചെയ്തത്. ബാങ്കോക്കിൽ D&D ഇൻ ഖോസൺ റോഡിൽ D&D ഇൻ ബുക്ക് ചെയ്തു. ആൻഡ് ഫുക്കറ്റിൽ മിയ മോൾ. ഇപ്പോൾ ബാങ്കോക്കിൽ നിന്ന് ഡോമങ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഹോട്ടലിലെത്തി. ടൈം ഏകദേശം മോർണിംഗ് 6 AM ആയിട്ടുണ്ടാകും. ടൈം ആക്ച്വലി 1.5 hours മുമ്പോട്ടാണ് തായ്ലൻഡിൽ. D&D ഇൻ ലൊക്കേഷൻ കൊണ്ടും റേറ്റ് കൊണ്ടും ബാങ്കോക്കിൽ സ്റ്റേ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ബാങ്കോക്ക് നൈറ്റ് ലൈഫ് കാണാൻ ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ മതി. ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇന്ത്യൻ ഫുഡ് നിർബന്ധമുള്ളവർക്ക് അവിടെ പോയി കഴിക്കാവുന്നതാണ്. ബട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ്. പിന്നെ 7-Eleven സ്റ്റോർസ് അടുത്ത് തന്നെയുണ്ട്. വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു 2 7-Eleven സ്റ്റോർസ് ഉണ്ട്. റെഡി ടു ഈറ്റ് ഫുഡ് വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടും. തായ് ടീ, കോഫി, നൂഡിൽസ്, പിന്നെ ഫ്രൈഡ് റൈസ് പോലുള്ള റൈസ് ഐറ്റംസ് ഒരുപാടുണ്ട്. ചിക്കൻ, എഗ്, പോർക്ക്, ക്രാബ്, ഫിഷ് എല്ലാ കോമ്പിനേഷൻസും റൈസ് കിട്ടും. ബ്രെഡ് ഐറ്റംസ്, സ്വീറ്റ് ബ്രെഡ്. ഡെയിലി ട്രാവലിന് ഗ്രാബ് വഴി ടാക്സി ബുക്ക് ചെയ്യാം. ഇംഗ്ലീഷ് അവിടെ ആർക്കും അത്ര വശമില്ല. സോ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓർ ഗ്രാബ് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാം. പിന്നെ വിസ ഓൺ അറൈവൽ ഫ്രീ ആണ്. എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു തായ്ലൻഡ് സിം എടുക്കുക, നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളുടെ ബാങ്കോക്കിലെ Day 1 ആണ്. അതായത് ഞങ്ങൾ ബാങ്കോക്കിലെത്തിയ ദിവസം മോർണിംഗ് 6 AM എയർപോർട്ടിലെത്തി. ദെൻ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഗ്രാൻഡ് പാലസ്, ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ, ഇത് രണ്ടും അടുത്തടുത്താണ്. ഇതുകൂടാതെ സ്ലീപ്പിംഗ് ബുദ്ധ, അതായത് വാറ്റ് ഫോർട്ട്, ഇത് 3 സ്ഥലങ്ങളാണ് ഞങ്ങൾ Day 1 സന്ദർശിച്ചത്. പാലസിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ആരെയും കയറ്റി വിടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡിൽ കിങ് ഉണ്ട്. പക്ഷെ കിങ് ഇപ്പം ഇതിനടുത്ത് വേറെ എവിടെയാണ് താമസിക്കുന്നത്. ഇത് ജസ്റ്റ് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് പാലസ് ഇവിടെ ഉള്ളത്. പാലസിൻ്റെ അടുത്തായിട്ട് എമറാൾഡ് ബുദ്ധ, ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ ഉണ്ട്. 5 PM വരെയാണ് ഇവിടെ വിസിറ്റിംഗ് ടൈം. ഓൾമോസ്റ്റ് തായ്ലൻഡിൽ എല്ലായിടത്തും 5 PM വരെയാണ് വിസിറ്റിംഗ് ടൈം. അവിടെ ചെന്നതിന് ശേഷം ടിക്കറ്റ് എടുത്താൽ മതി. ഇവിടെ നിന്ന് ഒരു 800 meter ഡിസ്റ്റൻസിലാണ് സ്ലീപ്പിംഗ് ബുദ്ധ ടെമ്പിൾ, അതായത് വാറ്റ് ഫോർട്ട്.
ഒരു മാക്സിമം 2 ഹവറിൽ കൂടുതൽ ടൈമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഗ്രാബ് ടാക്സി വഴി സ്ലീപ്പിംഗ് ബുദ്ധ ടെമ്പിളിലേക്ക് പോകാം. ഇതാണ് ടിക് ടിക് ഓട്ടോസ്. തായ്ലൻഡിൻ്റെ ട്രഡീഷണൽ ഓട്ടോ എന്ന രീതിയിൽ ഒരു വട്ടം ട്രാവൽ ചെയ്ത് നോക്കാം എന്നല്ലാതെ ഡെയിലി ട്രാവലിന് ഇത് എക്സ്പെൻസീവാണ്. ഇതാണ് വാറ്റ് ഫോ അഥവാ സ്ലീപ്പിംഗ് ബുദ്ധ ടെമ്പിൾ. ഇതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. ഫ്ലൈറ്റിൽ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ടയേർഡായിരുന്നു, അതുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങി. ഡേ 2 അടുത്ത ദിവസം ഞങ്ങൾ പോയത് മേക്ലോങ് റെയിൽവേ മാർക്കറ്റ് ആൻഡ് അംബാവ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാനാണ്. ഏകദേശം 8 AM മോർണിംഗ് 8 AM തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് 1 hour ട്രാവലുണ്ട് മേക്ലോങ് റെയിൽവേ മാർക്കറ്റിലേക്ക്. മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് 8:30 AM തൊട്ടിട്ട് ഒരു 3 PM വരെ ഒരു 2 മണിക്കൂർ ഗ്യാപ്പിൽ ട്രെയിൻ വരും. ട്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് അലാറം കേൾക്കാം. മാർക്കറ്റിലെ കടകൾ അഡ്ജസ്റ്റ് ചെയ്ത് ട്രെയിൻ അതിൻ്റെ ഇടയിൽ കൂടി പോകുന്നത് കാണാം. സാധനങ്ങൾ വാങ്ങാനും നല്ല സ്ഥലമാണ്, റേറ്റൊക്കെ കുറവാണ്. ഫുഡ് ഐറ്റംസ് തായ്ലൻഡ് സ്പെസിഫിക് ഐറ്റംസ് ചൂസ് ചെയ്യാതെ നോർമൽ റൈസ് ഐറ്റംസൊക്കെ വാങ്ങിയാൽ എല്ലാവർക്കും കഴിക്കാം. അധികം ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നില്ല. പിന്നെ 7-Eleven സ്റ്റോഴ്സിൻ്റെ റെഡി ടു ഈറ്റ് ഫുഡ് എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്.
ഇതാണ് അംബാവ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇത് ഒരു റിവറിൻ്റെ തീരത്താണ് മാർക്കറ്റിനെ ചുറ്റിയിട്ട് നമുക്ക് ബോട്ടിങ്ങിന് പോകാം. അതുപോലെ ഫിഷ് ഐറ്റംസ്, ജുവൽസ്, ബാഗ്സൊക്കെ ഒരുപാട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പ്രൈസൊക്കെ വളരെ കുറവാണ് കമ്പയർ ടു മാൾസ്. പിന്നെ ഞങ്ങൾ ബോട്ട് യാത്ര ചെയ്യാൻ പോയില്ല. ഏകദേശം 50 തായ് ബാത്തൊക്കെയാണ് ഒരാൾക്ക് ബോട്ട് യാത്ര ചെയ്യാൻ. ഇതിന് ശേഷം ഞങ്ങൾ തിരികെ ഹോട്ടലിൽ എത്തി കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം പുറത്തേക്ക് ഇറങ്ങി. എല്ലാ നൈറ്റ്സും ഇവിടെ ആഘോഷമാണ്. നിങ്ങളൊരു പാർട്ടി പേഴ്സൺ ആണെങ്കിൽ ശരിക്കും ഇഷ്ടപ്പെടും. വെറൈറ്റി തായ് ഫുഡ്സ്, ക്രോക്കഡൈൽ, പുഴു, തേൾ ഡിഷസൊക്കെ ഉണ്ട്. അതുപോലെ കഞ്ചാവ് പോലുള്ള ഐറ്റംസ് ഇവിടെ അലൗഡാണ്, വാങ്ങാൻ കിട്ടും. പിന്നെ നമ്മുടെ ഈ സ്ട്രീറ്റിൽ തന്നെ ഒരു 4-5 ബാർസ് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും ഇവിടുത്തെ ആളുകൾക്ക് വിസിറ്റേഴ്സിനോടുള്ള ഒരു സമീപനം അത് വളരെ നല്ലതാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അടുത്ത ദിവസം ഞങ്ങൾക്ക് പട്ടായയ്ക്കാണ് പോകേണ്ടത്. പട്ടായ ഞങ്ങൾ ബാങ്കോക്കിൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ഇവിടുന്ന് 1 ഡേ ട്രിപ്പായിട്ട് രാവിലെ പോയി രാത്രി തിരിച്ചു വരികയാണ് ചെയ്തത്. ഇന്നത്തെ ക്യാബ് ഡ്രൈവർ നാളെ ഞങ്ങൾ പട്ടായയിൽ കൊണ്ടുവന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാബിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടോ 2 ട്രിപ്പായിട്ട് പോയാൽ നമുക്ക് 3000 തായ് ബാത്തോളം ആവും. ഇതിപ്പോൾ ഡ്രൈവർ 2000 തായ് ബാത്തിന് ടു ആൻഡ് ഫ്രോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോർണിംഗ് ഏകദേശം 7:30 AM ഞങ്ങൾ ഡേ 3 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പട്ടായ സാഞ്ചുറി ഓഫ് ലിബർട്ടി, ടൈഗർ പാർക്ക്, ബീച്ച്, വാക്കിംഗ് സ്ട്രീറ്റ് എന്നിവിടങ്ങളാണ് ഞങ്ങൾ പോയത്. മോർണിംഗ് ഒരു 10:30 AM സാഞ്ചുറി ഓഫ് ലിബർട്ടിയിൽ എത്തിച്ചേരണം. ആഫ്റ്റർനൂൺ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാങ്കോക്ക് ടു പട്ടായ 2 hour ട്രാവലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മോർണിംഗ് നേരത്തെ തന്നെ ഇറങ്ങാം. ഇതാണ് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്. ബാങ്കോക്ക് നൈറ്റ് ലൈഫാണ് പട്ടായ നൈറ്റ് ലൈഫിനെക്കാട്ടി ഒന്നുകൂടി നന്നായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഒരു 8:30 PM തിരിച്ചു പോയി. ഡേ 4 സഫാരി പാർക്ക്, മറൈൻ പാർക്ക്, പിന്നെ ഈവനിങ് MBK സെൻറ്ററിലും പോയി. ഞങ്ങളൊരു 10 AM ഒക്കെ ആയപ്പോൾ സഫാരി പാർക്കിലെത്തി. സഫാരി പാർക്ക് ആൻഡ് മറൈൻ പാർക്ക് രണ്ടും ഒരു കോമ്പൗണ്ടിലാണ്.
സഫാരി പാർക്ക് ഒരു ഓപ്പൺ സൂ ആണ്. മൃഗങ്ങളെ നമുക്ക് ഓപ്പൺ ഏരിയയിൽ തന്നെ കാണാം. ബസ്സിൽ കൊണ്ടുപോയിട്ട് കാണിക്കും. ഇതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ്. നമുക്ക് ടിക്കറ്റ് എടുക്കുന്നിടത്ത് തന്നെ ഇതിനും ഒരു ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ബസ്സിന് ടൈമുണ്ട്, അതും അവിടെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഫസ്റ്റ് സഫാരി പാർക്കിലാണ് പോയത്. ബസ്സിൽ 1 hour ടൈം എടുക്കും. അത് കഴിഞ്ഞ് മറൈൻ പാർക്കിലേക്കും പോയി. മറൈൻ പാർക്കിൽ അനിമൽ ഫീഡിംഗ് ആണ് ഹൈലൈറ്റ്. ഓരോ അനിമൽസിൻ്റെ അടുത്തും ഫുഡ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് 100 തായ് ബാത്താണ് പ്രൈസ്. അത് വാങ്ങിച്ച് നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഷോസൊക്കെ ഉണ്ട്. സീ ലൈൻ ഷോ, ഡോൾഫിൻ ഷോ, അതുപോലെ കൗബോയ് ഷോ, ഇതൊക്കെ ഷോ ഉണ്ട്. ഇതിൻ്റെ ഷോർട്ട് ടൈമിൽ നമുക്ക് അവിടെ ചെന്നാൽ ഇതൊക്കെ കാണാവുന്നതാണ്. ഈ ആക്ടിവിറ്റീസൊക്കെ കാണാം. ഈ ഷോയുടെ ടൈം നമുക്ക് ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ചെക്ക് ചെയ്താൽ മതി. ഇതിന് പ്രത്യേകം ചാർജൊന്നുമില്ല. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഫുക്കറ്റിലെത്തി. ഫ്ലൈറ്റ് വഴി ബാങ്കോക്കിൽ നിന്ന് ഫുക്കറ്റിലെത്തി. മോർണിംഗ് ഒരു 11 AM ഫ്ലൈറ്റ്. 2 hour ട്രാവലാണ്. ഹോട്ടലിന് പുറത്ത് ഫുഡ് കിട്ടുന്ന ചെറിയ കടകളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഫിഫി ഐലൻഡ് ട്രിപ്പിന് പോയി. ഡേ 6 മോർണിംഗ് 8:30 AM ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്തു. ഞങ്ങൾ കുറച്ച് ഫുഡ് 7 Line സ്റ്റോറിൽ നിന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അത് ബസ്സിൽ നിന്ന് കഴിച്ചു. ഐലൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ബ്രെഡും ജാമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഫി ഐലൻഡ് ട്രിപ്പിൽ മങ്കി ബീച്ച്, മായ ബേ തുടങ്ങിയ 2-3 ഐലൻഡിൽ നമുക്ക് നമ്മളെ കൊണ്ടുപോകും. ഞാനും മോളും സ്കൂബ ഡൈവിങ് ചെയ്തിരുന്നു. 1000 തായ് ബാത്ത് പെർ ഹെഡാണ് സ്കൂബ ഡൈവിങ്. സ്നോർക്കലിംഗ് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഈ ഫിഫി ഐലൻഡ് ട്രിപ്പിൻ്റെ ബുക്കിംഗ് ആക്ച്വലി ഞങ്ങൾ പട്ടായ ഒരു ബുക്കിംഗ് സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ചെയ്തത്. നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂബ ഡൈവിങ് തീരത്തിനോട് അടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. കോറൽസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് കാല് ചവിട്ടാതെ സൂക്ഷിക്കുക. ഈവനിങ് ഒരു 6 PM തിരിച്ച് ഹോട്ടലിലെത്തി. ബ്ലൂ കളർ സീ ആണ് ഫുക്കറ്റിൻ്റെ ഹൈലൈറ്റ്. ബാങ്കോക്കിനെ അപേക്ഷിച്ചൊരു വില്ലേജ് എൻവയോൺമെൻ്റ് ആണ്. ഈവനിങ് ഞങ്ങൾ ഫുക്കറ്റ് ഫെസ്റ്റിവൽ മാളിൽ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നെക്സ്റ്റ് ഡേ റിട്ടേൺ കോലാലംപൂർ വഴി, ഫുക്കറ്റിൽ നിന്ന് കോലാലംപൂർ വഴി കൊച്ചിയിലേക്ക്.